പാപ്പ പറയുന്നു, ഈ ജീവിതത്തിൽ കർത്താവിനായി അധ്വാനിക്കുക, നിത്യജീവിതത്തിൽ കർത്താവിനൊപ്പം വിശ്രമിക്കുക. സ്വന്തം ഭവനത്തിലെത്തിയ അപരിചിതരായ സന്ദർശകരെ ദൈവസാന്നിധ്യം തിരിച്ചറിഞ്ഞ് അബ്രഹാമും സാറായും സ്വീകരിച്ചു. തുടർന്ന് സന്ദർശകർ പുത്രസൗഭാഗ്യത്തിന്റെ നല്ല വാർത്ത സമ്മാനിച്ചു. ദൈവത്തിന്റെ ആഹ്വാനത്തോട് ക്രിയാത്മകമായി പ്രതികരിച്ച അബ്രഹാമും സാറയും നമുക്ക് മാതൃകകളാണ്. ആദിത്യ മര്യാദ അവർക്ക് സമ്മാനിച്ചത് പുതിയൊരു ജീവിതത്തിന്റെയും അനന്തര തലമുറയുടെയും വാഗ്ദാനമാണ്. പുതിയ നിയമത്തിൽ മാർത്തയുടെയും മറിയത്തിന്റെയും ഭവനത്തിൽ യേശു അതിഥിയായി എത്തുന്നത് അപരിചിതനായിട്ടല്ല, മറിച്ച് സുഹൃത്തായിട്ടാണ്. അവിടെ യേശുവിന്റെ കാൽക്കലിരുന്ന് അവനെ ശ്രവിക്കുന്ന മറിയവും പ്രായോഗിക കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മാർത്തയും നമ്മുടെ ജീവിതത്തിലെ പരസ്പര വിരുദ്ധമായ രണ്ട് മനോഭാവങ്ങളെയല്ല, മറിച്ച് ആദിത്യ മര്യാദയുടെ രണ്ട് മാനങ്ങളെയാണ് കാണിക്കുന്നത്. നിശബ്ദതയ്ക്കും പ്രാർത്ഥനയ്ക്കും സമയം നീക്കിവെക്കേണ്ടത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു മാനമാണ്. ജീവിതത്തെ സന്തോഷത്തോടെ ആസ്വദിക്കണമെങ്കിൽ നാം ഈ രണ്ട് മനോഭാവങ്ങളും സംയോജിപ്പിക്കണം. ഒരു വശത്ത് യേശുവിന്റെ കാൽക്കലായിരിക്കുക. എല്ലാ കാര്യങ്ങളുടെയും രഹസ്യം അവൻ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ അവനെ ശ്രവിക്കുക എന്നത് പ്രധാനമാണ്. മറുവശത്ത് ഉന്മേഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും അനുഭവം ആവശ്യമുള്ള ഒരു സുഹൃത്തിന്റെ മുഖവുമായി അദ്ദേഹം കടന്നുവരുമ്പോൾ ആതിഥ്യ മര്യാദയിൽ ശ്രദ്ധാലുക്കളായിരിക്കുക. ഇതിന് രണ്ടിനും നമ്മുടെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം ആവശ്യമാണ്. കുടുംബജീവിതത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളപ്പോൾ പരസ്പരം മനസ്സിലാക്കുവാനും, തെറ്റ് ചെയ്യുമ്പോൾ പരസ്പരം ക്ഷമിക്കുവാനും, അസുഖമുള്ളപ്പോൾ പരസ്പരം സഹായിക്കാനും, സങ്കടപ്പെടുമ്പോൾ പിന്തുണയ്ക്കാനും സാധിക്കുമ്പോഴാണ് ഈ രണ്ട് മനോഭാവങ്ങളെയും കർമ്മപദത്തിൽ എത്തിക്കുവാൻ സാധിക്കുന്നത്. ഈ വിധത്തിൽ മാത്രമാണ് ആളുകൾക്കിടയിൽ ആധികാരികവും ശക്തവുമായ ബന്ധങ്ങൾ ജനിക്കുകയും വളരുകയും ചെയ്യുക. ഇത് ദൈവരാജ്യ സ്ഥാപനത്തിനിടയാക്കും. മാർത്തായിലും മറിയത്തിലും ജീവിതത്തിന്റെ വർത്തമാനവും ഭാവിയും പ്രതീകവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ജീവിതത്തിൽ കർത്താവിനു വേണ്ടി അധ്വാനിക്കുന്നവർക്ക് നിത്യജീവിതത്തിൽ കർത്താവിനൊപ്പം വിശ്രമിക്കാൻ സാധിക്കുമെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 20 അൽബാനോ രൂപതയുടെ കത്തീഡ്രൽ സന്ദർശിച്ച് ദിവ്യബലി അർപ്പിക്കുമ്പോൾ നൽകിയ വചന സന്ദേശത്തിൽ നിന്നും.